മതി മതി. അങ്ങനെ സാർ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. പത്രോസ് ഇവിടെ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, പഴയ നിയമ പ്രവാചകന്മാർ പറയുന്നുണ്ട്. കൊണ്ട് വേണ്ട, എബ്രായ ലേഖനത്തിലൊരു കുഞ്ഞു വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭക്തന്മാരൊന്ന് പറഞ്ഞേ, ഇന്നത്തെ പ്രാസംഗികന്മാരായിട്ടുള്ളവരൊന്ന് പറഞ്ഞേ അതിൻ്റെ അർത്ഥം എന്താന്ന്. ഞാനൊന്ന് പഠിക്കട്ടെ, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ഈ ലോകത്തിന് അനുരൂപരാകുമെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഹലോ, ഈ ലോകക്കാരെ പോലെ ദൈവമക്കൾ ജീവിക്കരുത്, വേറെ ഒന്നുമല്ല. അവരുടെ വേഷവും അവരുടെ രീതിയും അവരുടെ ഭാഷയും അല്ല, അവരുടെ അണിഞ്ഞൊരുങ്ങലൊന്നും ദൈവമക്കൾക്ക് വേണ്ട. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. നിങ്ങൾ ജാതികളെപ്പോലെ ആകരുത്. ഹല്ലേലൂയ. ഇന്നത്തെ അണിഞ്ഞൊരുങ്ങലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കല്യാണപ്പെണ്ണ് അണിഞ്ഞൊരുങ്ങുന്ന പോലെയാണ് ഓരോരുത്തർ അണിഞ്ഞൊരുങ്ങി കൂട്ടായ്മയ്ക്ക് പോകുന്നത്. എന്താണ് അവരുടെ ലക്ഷ്യം? പണ്ടൊരു അച്ഛൻ ചോദിച്ചു, ഒരു സഹോദരിയോട് ചോദിച്ചു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ചോദിക്കുക, സഹോദരി നീ എന്തിനാണ് അണിഞ്ഞൊരുങ്ങുന്നത്? നിന്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോൻ്റെ വിവാഹത്തിന് നീ അണിഞ്ഞൊരുങ്ങുക, നിനക്കൊരു കുട്ടിയുണ്ട്, നിന്നെ കണ്ട കല്യാണപ്പെണ്ണിനേക്കാളും ഭയങ്കര അണിഞ്ഞൊരുങ്ങലാണ്. നിന്നെ ആരെ കാണിക്കാനോ അണിഞ്ഞൊരുങ്ങുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, നിന്റെ കൂടെയുള്ളതില്ലേ ഈ ഭർത്താവ്. നിന്റെ ഈ അണിഞ്ഞൊരുങ്ങൽ നീ ആരെ കാണിക്കാനാണെന്ന്. പെന്തക്കോസ്തുകാരോട് ഞാൻ ചോദിക്കുക, ആരെ കാണിക്കാനാ നിങ്ങൾ ഈ അണിഞ്ഞൊരുങ്ങുന്നത്? കർത്താവിനെ കാണിക്കാനോ? കൂട്ടുവിശ്വാസികളെ കണ്ടോട്ടെന്ന് കരുതിയോ? മനസ്സിലാവുന്നില്ല. നിന്റെ സൗന്ദര്യം കർത്താവ് ദർശിക്കട്ടെ. 45-ാം സങ്കീർത്തനമെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭയങ്കര വിഷയമാണത്. 45-ാം സങ്കീർത്തനം. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലത്തുഭാഗത്തെ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. സ്വർണ്ണം അണിഞ്ഞ് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലയോ കുമാരി, കേൾക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും തൻ്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. രാജാവ് ആഗ്രഹിക്കുന്ന സൗന്ദര്യം എന്താണ്? നമ്മുടെ കർത്താവായ രാജാവ് ആഗ്രഹിക്കുന്ന സൗന്ദര്യം എന്താണ്? അത് ആത്മീയമാണ്, അത് ആക്ഷരികമല്ല. അത് നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അന്തഃപുരത്തിലെ രാജകുമാരി എന്നുള്ളത് അന്തരംഗം, ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഈ സൗന്ദര്യം ഉണ്ടാകേണ്ടത്. അത് ആത്മീയ സൗന്ദര്യമാണ്, അകത്തെ മനുഷ്യന്റെ സൗന്ദര്യമാണ്. അത് കൃപകളാലും വരങ്ങളാലും ഫലങ്ങളാലും അണിയപ്പെട്ടൊരു സൗന്ദര്യധാമമാണ്. മെർലിൻ എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരുടെ ഇടയിൽ, ലണ്ടനിൽ. സൗന്ദര്യധാമമാണെന്നാണ് ലോകം ആ പെൺകുട്ടിയെ വാഴ്ത്തിയത്. ഒരു ദിവസം താണ്ടടാ സ്വന്തം റൂമിൽ സൂസൈഡ് ചെയ്ത് കിടക്കുന്നു. ഐ വാണ്ട് പീസ്, എനിക്ക് സമാധാനം വേണം. കോടിക്കണക്കിന് സ്വത്തുള്ള ഈ സഹോദരി സമാധാനമില്ലാതെ ജീവനൊടുക്കി. അതുപോലെ എത്രയോ എത്രയോ പേരുണ്ട് പ്രിയമുള്ളവരെ. സമാധാനം അണിഞ്ഞൊരുങ്ങിയാൽ കിട്ടുന്നതല്ല. സമാധാനം തരാമെന്ന് ലോകത്തിൽ ഒരൊറ്റ വ്യക്തിയെ പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും. ലോകം തരുന്നത് പോലെ അല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. കർത്താവിൻ്റെ സമാധാനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ലോകം തരുന്നത് പോലെ അല്ല, ലോകത്തിന് തരുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ പ്രസാദിപ്പിക്കേണ്ടത് കർത്താവിനെയാണ്, നിന്റെ ഭർത്താവിനെയല്ല. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്ന ഗലാത്യർ 1:10, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന്റെ ദാസനായി ഇരിക്കയില്ല. മനുഷ്യനാകുന്ന നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവിനോ നീ പ്രസാദിപ്പിക്കാൻ നീ അണിഞ്ഞൊരുങ്ങിയാൽ നീ ആരാ? ദൈവത്തിന്റെ ദാസനല്ല, ദൈവത്തിന്റെ ദാസിയല്ല. ഗലാത്യർ 1:10.
1000 പ്രാവശ്യം വായിച്ച് പഠിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടി നടക്കുന്നവരെയും കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. കന്യകമാർ, നിർമ്മല കന്യക എന്ന് പഠിച്ചോ? സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. പുതിയ നിയമസഭ ആത്മമണവാളനാകുന്ന ആ സ്തോത്രം ക്രിസ്തുവുമായിട്ട് നിർമ്മല കന്യക വേളി കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് സങ്കീർത്തനകാരനായ കോരഹപുത്രന്മാർ, പിതാക്കന്മാരെ ദൈവം ഭൂമി വായ് പുലർന്ന് വിഴുങ്ങിയപ്പോൾ ഓടി രക്ഷപ്പെട്ട കോരഹപുത്രന്മാർ ആത്മാവിൽ എഴുതി വെച്ചതാണ് ഈ സങ്കീർത്തന ഭാഗം. എത്ര മനോഹരമാണത്! ഇതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ ഒന്ന് വായിച്ചു പഠിക്കുക. സങ്കീർത്തനം 45-ന്റെ 9 മുതൽ 15 വരെ ഒന്ന് വായിച്ചു പഠിക്കുക. കുത്തിയിരുന്ന് വായിച്ചു പഠിക്കുക. അടയാഭരണങ്ങൾ അണിഞ്ഞും സഭായോഗത്തിന് വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൗഢി കാണിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ സത്യവേദ പുസ്തകം വായിച്ചു പഠിക്കും. ഞാൻ അതിനെക്കുറിച്ചൊരു ശക്തമായ മെസ്സേജ് തയ്യാറാക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അതിനുള്ള വെളിപ്പാട് കിട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവദാസന്മാർ എന്നോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ചെയ്യാൻ പോകും. കട്ടിയായിരിക്കും അത്, കട്ടിയായിരിക്കും. അല്ലല്ല, കയ്പായ മരുന്നായിരിക്കും അത്. ഉള്ളിൽ ചെന്നാൽ നല്ല സൗഖ്യമായിരിക്കും. അതുകൊണ്ട് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. സഭ വിട്ടൊഴിയണം. സഹോദരിമാർ വിട്ടൊഴിയണം. സഹോദരന്മാർ വിട്ടൊഴിയണം. എൻ്റെ ഭൂശാന്ത താടിയൊക്കെ വടിച്ച് ദൂരെ കളയണം. കരിയടിയും മണിയടിയും പുകയടിയും എല്ലാം നിർത്തണം. ഇന്ന് രാവിലെ ഒരു പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, സഭയിൽ പാസ്റ്റർമാരെ കള്ളുകൂടിയും പിന്നെ ലോകത്തില്ലാത്ത എല്ലാ വൃത്തികേടുകളും സഭയിലുള്ള വിശ്വാസികൾ ചെയ്യുന്നുണ്ട്. ശരിയാ. ഒരു പാസ്റ്ററുടെ വീട്ടിൽ നിന്ന് കണ്ടെയ്നർ കണക്കിന് കുപ്പിയാണ് ലോറി കയറ്റിക്കൊണ്ട് പോയത്. പുള്ളിയുടെ ചിന്ത ഒന്ന് ഇച്ചിരി അടിച്ചിട്ട് ഒന്ന് സൂക്ഷിക്കുമ്പോൾ അതാ ഇച്ചിരി സുഖമെന്ന്. ഇങ്ങനെയുള്ളവരുടെ ശുശ്രൂഷ ഏൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുൻപിൽ നരകമാണുള്ളത്. നരകം. ഓടി രക്ഷപ്പെട്ടോടുന്ന്. ദൈവവചന വ്യവസ്ഥ പാലിക്കാത്ത ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഇടയിൽ നിന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വിശുദ്ധിയും വേർപാടും അതിൻ്റെ പരിപാവനതയും അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചത് എന്താ എഴുതി വെച്ചേ? എടുത്ത് വായിച്ചു പറഞ്ഞാൽ മതി. ഞാൻ വാഗൊണ്ട് പറയുന്നതിനേക്കാൾ എനിക്ക് നല്ലത് അതാ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. വചനം കോട്ടിക്കളയുകയും കൂട്ടുചേർക്കുകയും മറിച്ച് കളയുകയും ചെയ്യുന്നവർക്ക് കൂടി ഒരു വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഒരേ ഇടപാട് തീർന്നത് തന്നെ. 5, 10, 15, 20, 30 വർഷം വിശ്വാസിയായി ജീവിച്ച് വചനവ്യവസ്ഥ പാലിക്കാതെ പ്രമാണം അനുസരിക്കാതെ മുമ്പോട്ട് പോയാൽ കൈവിടപ്പെട്ടു പോകും. അതിനു മുമ്പ് മരിച്ചുപോയ യാതനാ സ്ഥലത്ത് പോയി വീഴും. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. എല്ലാ പാസ്റ്റർമാരും ഇത് പറയത്തില്ല. അവർ പൊതിഞ്ഞു കൊണ്ടുപോകും. സോപ്പ്, സൂപ്പ്, സാൽവേഷൻ. ഞാൻ പലരെയും പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അതാ. എത്ര നാൾ നമ്മൾ സോപ്പിടും, എത്ര നാൾ സൂപ്പ് കൊടുക്കും? സോപ്പൊക്കെ പൊളിച്ചു കളയും. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്നെടുത്ത് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 22:16 വായിച്ചേ. 22:16. മർക്കോസ് 12:14 ഒരാൾ കൂടി വായിക്കാം. മർക്കോസ് 12:14. മർക്കോസ് ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നു.
മനുഷ്യന്റെ മുഖം നോക്കാത്തവനും ആരെയും ശങ്കയില്ലാത്തവനും. ഞാന് മർക്കോസ് 12:14 വായിക്കാം. ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും കിണ്യമാക്കാത്തവനും. നീ പൗലോസ് പറഞ്ഞ കൂടി ഞാനങ്ങ് ആഡ് ചെയ്യാം. ഞാൻ കർത്താവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാണ്. കർത്താവിനെ അനുകരിച്ചാണ് അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്തത്. അപ്പോസ്തലന്മാരെ അനുകരിച്ചാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. നമുക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്താലുണ്ടല്ലോ നരകത്തിൽ പോയി കിടന്ന് അഴിയെണ്ണേണ്ടി വരും. അയ്യോ സാമ്പാസ് അന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ അവിടെ പല നിലയിലുള്ള വിശ്വാസികൾ ഇരിക്കുന്നതുകൊണ്ട് അവരോട് ഇത് തുറന്നു പറയാൻ ഒരു പക്ഷേ ഇച്ചിരി നമ്മൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഈ സ്വഭാവങ്ങളിലൊക്കെ വരുമ്പോൾ വചനം പഠിപ്പിക്കുന്ന തുറന്നങ്ങ് പറയാം. കേൾക്കുന്നവരൊക്കെ ദൈവമക്കൾ തന്നെയാ. പിച്ച വെച്ച് നടക്കുന്നവരാരും ഇത് കേൾക്കുന്നൊന്നും തോന്നുന്നില്ല. ചിലർ മാത്രമേ ഉള്ളൂ. അവരും ഇത് അറിഞ്ഞിരിക്കട്ടെ ഈ സത്യം. അല്ലല്ലേ? കാരണം ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം നമ്മൾ. ഒരു വ്യക്തി ആഭരണം അണിയുമ്പോൾ, ഒരു വ്യക്തി കാതിലും കഴുത്തിലും കയ്യിലൊക്കെ ഇടുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? സൗന്ദര്യവർദ്ധനോ? അത് തന്നെ, അതിന് വേറെ ഒന്നുമില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോടിയാൽ വീട്ടിൽ പോയി നിൽക്കുകയുള്ളൂ. ഞാനത് വായിപ്പിക്കുന്നില്ല. തട്ട്, തകിട്, കൂട്, മൂക്കുത്തി, കാക്കുത്തി, നാക്കുത്തി എന്നൊക്കെ പറഞ്ഞ് യെശയ്യാവ് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. സ്തോത്രം. വേണമെങ്കിൽ ഒന്ന് തൊട്ടുപോകുന്നതിൽ എനിക്ക് വിരോധവുമില്ല. കാരണം വചനമാണല്ലോ, നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സിയോൻ പുത്രിമാർ നിഗളിച്ച കഴുത്തും നീട്ടിയും ഏറിട്ട കണ്ണും കൊണ്ട് സഞ്ചരിക്കുകയും തത്തിത്തത്തി നടക്കുകയും കാൽ കൊണ്ട് ജലംപൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിയുടെ നെറുകയെ ചൊറിപിടിപ്പിക്കും. യഹോവ അവരുടെ പ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, നാക്കുത്തി, ഉത്സവ വസ്ത്രം. നാക്കുത്തി എന്നുള്ളതില്ല കേട്ടോ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. വസ്ത്രം, ഉത്സവ വസ്ത്രം, മേലാട, ശൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷമാപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുരികുഴിലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. ഹല്ലേലൂയ. ഇതെന്ത്? ഇത് പുസ്തകത്തിലെ കാര്യമല്ല എഴുതി വെച്ചേക്കുന്നേ. യെശയ്യാ പ്രവാചകൻ 5ാമത്തെ സുവിശേഷകൻ എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്ന പ്രവാചകൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർപ്പ് എല്ലാം താൻ ഭംഗിയായിട്ട് പ്രവചിക്കുന്നുണ്ട്. ആ പ്രവാചകൻ തരുന്ന വചനമായത്. സ്തോത്രം. ഇസ്രായേൽ മക്കള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അവരെ ദൈവം താക്കീത് കൊടുത്തിരുന്നു. ഓരോ പർവ്വതം മുതൽ അവരാരും ആഭരണം അണിഞ്ഞില്ല എന്നാ കാണുന്നത്. ഇപ്പൊ ചിലർ ചോദിക്കുന്നത് വടക്കേന്ത്യയിലുള്ളവർ ധരിക്കുന്നുണ്ടല്ലോ, USA ധരിക്കുന്നുണ്ടല്ലോ, KSAയിലുള്ളവർ ധരിക്കുന്നുണ്ടല്ലോ, UK ധരിക്കുന്നുണ്ടല്ലോ. എടാ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. USA ചെയ്യുന്ന പറഞ്ഞു കേട്ടാൽ നമുക്ക് നാണക്കേടാണ്. ലോകത്തെ സകല അശുദ്ധിയുടെ ഉറവിടം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണെന്ന് പാസ്റ്റർമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാനത് അങ്ങനെ തന്നെ പറയുക. എന്നാൽ ഭക്തന്മാരില്ലേ? ഉണ്ട്. നമ്മുടെ പല ഭക്തന്മാർക്ക് അങ്ങോട്ടാണ് നോട്ടം. അല്ല, ബയൂലദേശമൊന്നുമല്ല, സ്വർഗരാജ്യം നിത്യതയൊന്നുമല്ല. അമേരിക്കയ്ക്ക് പോകണം. എന്തിനാ അമേരിക്കയ്ക്ക് പോണേ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നിങ്ങൾ ഞെട്ടിപ്പോവും ചിലപ്പോൾ. എന്നെ ദൈവവചനം പഠിപ്പിച്ച ഒരു കർത്താവിൻ്റെ ദാസൻ, പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, നല്ല നമ്പർ 1 ദൈവകൃപയുള്ള ഒരു ദൈവദാസൻ. ഞാൻ ആ മനുഷ്യൻ്റെ മുമ്പേ നിൽക്കുമ്പോൾ വിറച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. വിറച്ചുകൊണ്ട് ഞാനൊരു ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാത്തത് കൊണ്ട് എന്നെ വിളിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി, പാസ്റ്ററാകാൻ പോകുന്ന ആളല്ലേ? അതെ, ഈ ബട്ടണൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് റൗഡി സ്റ്റൈലിൽ ഇരിക്കരുത്, ബട്ടണൊക്കെ ഇടണമെന്ന് പറഞ്ഞ് എന്നെ സാരമായി ഉപദേശിച്ച് എൻ്റെ തോളിൽ തലോടി. ഇന്നും ആ സ്നേഹത്തിൻ്റെ തലോടൽ എനിക്ക് കിട്ടുന്നുണ്ട്, ആ ഓർമ്മകളിലൂടെ. ഞാനത് മറന്നിട്ടില്ല.
ദാസൻ പഠിപ്പിച്ച പല കാര്യങ്ങളും. ഭൗതികത്തിന് വേണ്ടി ചവിട്ടിത്തേച്ച് നിൽക്കരുത്. ശുശ്രൂഷ ചെയ്തിട്ട് ഓടിക്കോണം. നിന്റെ പുറകെ കൊണ്ട് നന്മ തരും അവര്. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. ഈ മാന്യദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ പോയി തിരിച്ചു വരുന്നത് വീൽ ചെയറിലാണ്. പ്രായാധിക്യം കൊണ്ടാണെന്നൊന്നും പറയരുത്. അദ്ദേഹത്തിൻ്റെ ബാക്ക് ബോൺ തകർന്ന് തരിപ്പണമായി. നടക്കാൻ വയ്യാതെ വീൽ ചെയറിൽ കൊണ്ടുവന്നു. ഒരു 100% രോഗിയായിട്ട് തന്നെ നാട്ടിൽ വന്നു. ചില മാസങ്ങൾ കഴിഞ്ഞില്ല, അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ സാറ് അമേരിക്കയിൽ പോകാതിരുന്നെങ്കിൽ ഇന്നും യോഗ്യമായ നിലയിൽ, മാന്യമായ നിലയിൽ ഈ കേരളത്തിൽ അദ്ദേഹം ജീവിച്ചേനെ. ഏത് ചർച്ച ചെന്നാലും ഒരു മനോഹരമായ കസേര കൊണ്ട് മാറ്റിയിട്ട് കൊടുക്കും പുള്ളിക്ക്. അത്ര വചനജ്ഞാനവും അത്ര നല്ല തീവ്ര ഉപദേശങ്ങൾ പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ. അദ്ദേഹം നഷ്ടപ്പെട്ടതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. KP ഓന്നൻ സാറ് സ്വത്ര യാതനാ സ്ഥലത്ത് പോയി വീണതിൽ എനിക്ക് ദുഃഖമുണ്ട്. കേരളത്തിൻ്റെ അപ്പോസ്തലനായിട്ട്, ഇന്ത്യയുടെ അപ്പോസ്തലനായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു മാന്യദേഹമായിരുന്നു അവർ. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നമ്മൾ തീരണം എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം? അതുകൂടി പഠിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരാം. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഏതാ? സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു. 3:5 ഒന്ന് വായിച്ചു. ഫിലിപ്പിയർ 3:5. ഫിലിപ്പിയ ലേഖനം 2:5. സോറി 2:5 കേട്ടോ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. മതി. അവന്റെ ദിവ്യ സ്വഭാവം, അവന്റെ ഭാവം, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം നമ്മൾ. പത്രോസ് അതാ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. അവന്റെ ഭാവമുള്ളവരായി തീരണം. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരണം. 1 കൊരിന്ത്യർ 2:16 വായിച്ചേ. 1 കൊരിന്ത്യർ 2:16. ഈ ലേഖന പഠനം വളരെ ഭയങ്കരമാണ് കേട്ടോ. 2:16. അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അവന്റെ ദിവ്യ സ്വഭാവം നമുക്കുണ്ടാകണം, മനസ്സുണ്ടാകണം, ഭാവമുണ്ടാകണം. അങ്ങനെ ഉണ്ടായാലേ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകത്തുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നതിൽ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെപ്പോലെ അവനോട് സദൃശ്യന്മാരാകും. യേശുക്രിസ്തുവിനെ പോലെ സാദൃശ്യമുള്ള ശരീരം നമുക്ക് കിട്ടണമെങ്കിൽ അവൻ്റെ സ്വഭാവവും അവൻ്റെ ഭാവവും അവൻ്റെ മനസ്സും ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ നാം അത് പ്രാപിച്ചെടുക്കണം. ഇനി നിങ്ങൾ ചിന്തിച്ചോ, എത്ര പേര് സ്വർഗത്ത് പോകുന്നു? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അതിനു വേണ്ടി കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഇവിടെ എനിക്ക് സ്വർഗത്ത് പോകണമെന്നും പറഞ്ഞു ജോലിയും കൂലിയും ഒക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് കട്ടപ്പാടും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിൻ്റെ പ്രധാന കാരണം സ്വർഗത്ത് പോയി സന്തോഷിക്കാനാ. ഇവിടെ ബയ്യൂല നാട്ടിൽ പോയി കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഓരോ മരണം നടക്കുമ്പോഴും കർത്താവിനോട് ചേർക്കപ്പെട്ടു, കർത്താവിൽ നിദ്ര പ്രാപിച്ചു, കർത്താവിനോട് ചേർക്കപ്പെട്ടു, പ്രൊമോട്ടഡ് ഹെവൻ, സ്വർഗത്ത് പോയി എന്നൊക്കെ ഇങ്ങനെ എഴുതി വിടാൻ ആർക്കും മടിയൊന്നുമില്ല. സോഷ്യൽ മീഡിയകളിലുണ്ട്, എഴുതി വിടാം, പേപ്പറിൽ എഴുതി വിടാം, ഫ്ലക്സ് അടിച്ച് ചവപ്പട്ടി കൊണ്ടൊന്ന് അടിച്ചൊട്ടിക്കാം. ഒരു ഗുണവുമില്ല ഇത് കൊണ്ടൊന്നും. ഈ ഉപദേശം ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാതെ സ്വർഗത്ത് പോകാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുക. കാരണം സ്വർഗത്തിലിരിക്കുന്ന തമ്പുരാൻ ആ സ്വഭാവമുള്ളവനാ. അങ്ങനെയുള്ളവരെ ചേർക്കാനാ കർത്താവ് വരുന്നേ. അല്ലാതെ സാത്താൻ്റെ സ്വഭാവമുള്ളവരെ ചേർക്കാനല്ല. തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കോടതിയും കയറി കേസും പറഞ്ഞ്
കർത്താവിൻ്റെ മേശ ഭക്ഷിക്കണമെന്ന് ചിലർക്ക് താല്പര്യം, നല്ല കാര്യമാണ്. നീ മേശ ഭക്ഷിക്കുന്നതിന് മുൻപ് സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പാപം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? എനിക്ക് കർത്താവിൻ്റെ മേശയിലൊക്കെ കൈവിടാനായിട്ട് പേടി, എന്താണെന്നറിയില്ല. ചിലരൊക്കെ അത് മുറിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു 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 അസ്വസ്ഥത. അവിടെ ഞാനത് നീട്ടിക്കൊണ്ട് പോകും, നല്ല വേർന്നു കൊണ്ടല്ല, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്ന് കരുതി. ഇവിടെ അത് തിന്നാലേ ആൾക്കാർക്ക് സമാധാനം വരത്തുള്ളൂ. നല്ല കാര്യം, നീ പഠിച്ചോ, നീ അതെടുക്കാൻ യോഗ്യനാണോ? ഹൃദയത്തിൽ പകയും വിദ്വേഷവും വഴക്കും വക്കാണും വെച്ചുകൊണ്ടിരുന്ന് അതെടുത്താൽ എന്ത് പ്രയോജനം? ദൈവത്തിൽ നിന്ന് അനേകരെ തെറ്റിച്ച് കളഞ്ഞ് ദൈവകൃപയിൽ നിന്ന് നശിപ്പിച്ചിട്ട് നീ അപ്പം മുറുക്കി കൊടുത്താൽ അത് എന്ത് പ്രയോജനം? ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളാണ് ചോദ്യമായിട്ട് ഞാൻ ഉന്നയിക്കുന്നത്. ദൈവപ്രമാണം അനുസരിക്കാത്തവരൊക്കെ ഈ മേശ നടത്താൻ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോവുക. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടോ നിനക്ക്? പാപമുണ്ടോ? മനസ്സുണ്ടോ? പാപം ചെയ്തുകൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ആരെയും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും അല്ല പറയുന്നത്. ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലേക്കും നിർമ്മലതയിലേക്കും ആ പഠനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വരണം. പുസ്തകം തുറന്നു വെച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും കഥയില്ല. പറയേണ്ടത് തന്നെ പറയണം, പഠിപ്പിക്കേണ്ടത് തന്നെ പഠിപ്പിക്കണം, നാം ആകേണ്ട പോലെ ആകണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, 3 പദങ്ങൾ അത് പറയുമ്പോൾ 3 വാക്കുകളിൽ അതങ്ങ് ഒതുങ്ങി. അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീക സത്യങ്ങൾ എന്താണെന്ന് ആരാണ് പഠിപ്പിക്കുന്നത്? നീതീകരണം, ദൈവത്തിൻ്റെ നീതീകരണം. യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഒരുവന് കിട്ടുന്ന, ഫ്രീ ആയി കിട്ടുമ്പോൾ ആണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഹോളിനെസ്, വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തേജസ്കരണം കിട്ടുന്നത്. അതൊരായുസ് മുഴുവൻ ദൈവവചനമനുസരിച്ച് നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും, വിശുദ്ധീകരണം. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് കിട്ടും? ലജ്ജ. അതിൻ്റെ അവസാനം മരണം, ആത്മാവിൻ്റെ മരണം. നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിശുദ്ധീകരണം. അതിൻ്റെ അന്തമാണ് നിത്യജീവൻ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങാതെ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ ആർക്കും കഴിയില്ല. റോമാലേഖനം 6-ാം അധ്യായം കൃപയാൽ ആരും പഠിപ്പിക്കുന്നുമില്ല. പഠിപ്പിക്കാൻ അറിഞ്ഞിട്ട് വേണ്ടേ പഠിപ്പിക്കാൻ. വളരെ ചുരുങ്ങിയ ചില കർത്താവിൻ്റെ ദാസന്മാരല്ലാതെ ആ വേദഭാഗങ്ങളിൽ തൊടാൻ ആരും മനസ്സ് വെക്കാറില്ല. കാരണം എന്താ? പൊള്ളും, തൊട്ടാൽ കൈപൊള്ളും. നൂട്ടറ് പരുവത്തിൽ സ്വർഗരാജ്യത്തേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവരോട് എനിക്കൊരു മുന്നറിയിപ്പുണ്ട്, നടക്കില്ല എന്ന് തന്നെ നമ്മൾ പഠിക്കണം. ദൈവവചനം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ആ പ്രോസസ്സിങ്ങിൽ നമ്മളായിരിക്കണം. പാപം നിറഞ്ഞ ലോക ജീവിതമാണ്. പിശാചാണ് ഇവിടെ ഭരിക്കുന്നത്. പാപത്തിൻ്റെ അതിപ്രസരമാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് പണ്ടൊരു കവി പാടി. എവിടെ തിരിഞ്ഞു നോക്കിയാലും പാപത്തിൻ്റെ കൂനകളേ ഉള്ളൂ. ഹല്ലേലൂയ. സഭകളെല്ലാം പാപത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുക. ഇന്നാളൊരു ഭക്തൻ എഴുതി, സഭകളെ പിശാച് വിഴുങ്ങിയിട്ടിരിക്കുക. 100% ഞാനത് അംഗീകരിക്കുന്നു. ഒന്നാമത് അപ്പോസ്തല ഉപദേശം സഭയെ പഠിപ്പിക്കുന്നില്ല. പത്യോപദേശം സഭയെ പഠിപ്പിക്കുന്നില്ല. ഉപദേശം പഠിപ്പിച്ച് വിശുദ്ധരാക്കി നിർമ്മലന്മാരാക്കി വിശ്വാസികളെ വളർത്തിയെടുത്ത് ശൈശവാവസ്ഥയിൽ നിന്ന് വളർത്തി ക്രിസ്തുവിൻ്റെ സമൃദ്ധിയായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്താനായിട്ട് പാസ്റ്റർമാർക്ക് കഴിയുന്നില്ല. പിന്നെ എന്ത് നിത്യത? മരിച്ചു കഴിയുമ്പോൾ പാട്ടുപാടി സ്വർഗത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ന്യൂ ജനറേഷൻ ചർച്ചുകൾ. പാട്ടുപാടി അവരങ്ങ് മുകളിലോട്ട് കയറ്റുക. പേർ വിളിക്കും നേരം കാണി എൻ പേര് പാടി 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 അവിടെ പേര് വിളിയില്ല, ഒന്നും വിളിയില്ല. നീ വചനമനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഉയർപ്പ്, അല്ലെങ്കിൽ നിനക്ക് രൂപാന്തരം. അല്ലാതെ ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. ഒന്നാമത്തെ സഭ
അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു പോകും. ഇനി ആരെങ്കിലും സഭകൾ നിത്യതയിൽ പോകണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചുകൊണ്ടിരിക്കും. ഒരു മാറ്റവും ഇല്ല, ഒരു തർക്കവും ഇല്ല അതിന്. അതാണ് നമ്മൾ 9:32 വായിച്ചത്. പ്രവൃത്തി സഭകൾക്ക് സമാധാനമുണ്ടായി, അത് ആത്മീയവർദ്ധന പ്രാപിച്ചും അവർ ദൈവകൃപയിൽ പെരുകി വന്നു. ഇന്നെവിടെ ആത്മീയവർദ്ധന പ്രാപിക്കുന്ന സഭ? ഇന്നെവിടെ സമാധാനമുള്ളത്? കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോൾ എന്നെ കൊല്ലും വെട്ടുമെന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ള കാര്യമല്ലേ പറയുന്നത്? സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയോ? ഗലാത്യർ 4:16. ഗലാത്യരോട് സത്യം പറഞ്ഞപ്പോൾ ഗലാത്യർ പൗലോസിനോട് ശത്രുമനോഭാവം കാണിച്ചു. സഹോദരങ്ങളെ, സ്വർഗത്തേക്ക് പോകാനുള്ള വഴിയാണ് നമ്മൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാതെ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പറ്റുകയില്ലെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും അത് ബാധകമാണ്, കേൾക്കുന്ന നിങ്ങൾക്കും അത് ബാധകമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. സമയമില്ല നമ്മുടെ മുമ്പിൽ. ഹല്ലേലൂയ. സമയങ്ങൾ തീരാറായി, കാലമെല്ലാം കഴിഞ്ഞു. യുദ്ധവും യുദ്ധശ്രുതിയും ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധികൾ, ഇനി എന്താ ഉള്ളത് ഭൂമിയിൽ വരാൻ? എല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി തന്നു, വലിയ വാഗ്ദത്തങ്ങൾ തന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ഭാവം ചീട്ടത്തടിച്ചപ്പോൾ ഞാൻ അന്യായമായി സംസാരിച്ചെങ്കിൽ തെളിവ് കൊടുക്ക്, അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ത്? അതാ ക്രിസ്തുവിൻ്റെ സ്വഭാവം. അതാർക്കാ ഉള്ളേ? അപ്പൊ ചോദിക്കും, പാസ്റ്ററിനുണ്ടോ? ഇല്ല. അത് പ്രാപിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക ഞാൻ. ആത്മീയമായി കർക്കശമായ നിലയിൽ പ്രായം മൂത്തവരോട് ഞാൻ താക്കീത് ചെയ്യും. അതൊക്കെ എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാ, വചനത്തിലുള്ളതാ, എൻ്റെ സ്വഭാവമല്ല. ശാസന, തർജ്ജന, കഠിനമായി ശാസന. പ്രായം കൂടിയ സഹോദരന്മാരാണെങ്കിലും ഉപദേശത്തിലൂടെ ശാസിക്കും. ഒരു 100 പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശാസിക്കും, തർജ്ജനം ചെയ്യും. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിട്ട് നന്നാകുന്നില്ലെങ്കിൽ വിട്ടുകളയ, അത്ര തന്നെ. ഹല്ലേലൂയ. കാരണം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാലേ നിത്യതയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടായി പറയുന്നത്, അല്ല വേറൊന്നുമല്ല. നമുക്ക് ആരോടും വിരോധം ഉണ്ടായിട്ടല്ല. ഉപദേശം പറയുമ്പോൾ പക്ക ഉപദേശം തന്നെ പറയണം. അവിടെ വിട്ടുവീഴ്ചകളില്ല. വചനം കൂട്ടിക്കളയുന്ന, കൂട്ടിക്കേർക്കുന്ന, മറിച്ച് കളയുന്ന കണ്ടെയ്നർ കണക്കിന് ശുശ്രൂഷ വൃന്ദങ്ങൾ ഈ കേരളക്കരയിലും ഭാരതത്തിലും ആഗോള വ്യാപകമായി മേഞ്ഞുകൊണ്ടിരിക്കുക. ദൈവസഭയെ നശിപ്പിച്ചിട്ടിരിക്കുക. പത്യവചനം, പത്യോപദേശം പ്രസംഗിക്കാതെ സഭയെ നശിപ്പിച്ചിട്ടിരിക്കുക. സഭയുടെ ആത്മീയ നിലവാരത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. പണ്ടൊരു ഭാഷ പറയണ്ടേ, സഭ എന്നുള്ളത് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ളൊരു ക്ലബ്ബ് പോലെയായി. വായില് കരണ്ട് സ്പൂണ് വെച്ചിട്ട് അതിൽ നാരങ്ങ വെച്ച് ചർച്ചകൾ നടക്കുന്ന കാര്യമായി പറയുന്നത്. എത്ര മീറ്റർ ഓടാമോ, നാരങ്ങ തറയിൽ വീഴാതെ ഓടാമോ, 1ാം പ്രൈസ്. പാട്ടുപാടി പ്രൈസ്. വചനം കാണാതെ പറഞ്ഞ പ്രൈസ്. 119 സങ്കീർത്തനം കാണാതെ പറഞ്ഞ സ്വർഗത്ത് പോവോ? എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ സഭായോഗം കഴിഞ്ഞ് കഴിഞ്ഞ് യൂത്ത്സിന് വേണ്ടി ഒരു മീറ്റിംഗ് വെച്ചിരിക്കുക. അതിൽ കളവന്മാരും കിടന്ന് കളിക്കുകയാണ്. ഭയങ്കര പരിപാടിയാണ്. ഈ പത്യവചനം, പത്യോപദേശം പ്രസംഗിച്ച് ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ആക്കുകയാണെങ്കിൽ ഈ ചപ്പടി വിദ്യയൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുക.
ബാക്കിയുള്ള ഭാഗങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വരും. അവർ പറയുന്ന ഉപദേശമാണ് ഞാൻ വായിച്ചത്. 4 വരെയുള്ള ഉപദേശമാണ് നിർത്തിയത്. ഇനി അതിൻ്റെ 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വരും ദിവസങ്ങളിൽ അത് അല്പാൽപമായിട്ട് ദൈവജനത്തിലൂടെ അത് പകർന്ന് അത് വാട്സപ്പ് വഴി നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് സംശയമുള്ളവർ 1-2 പ്രാവശ്യം കേൾക്കുക. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംപോൾ, ബൈബിൾ സ്റ്റഡി ഒരു ചരിഞ്ഞ ലയൻ ബാർ PR. സാംപോൾ എന്നടിച്ചാൽ നിങ്ങൾക്കിത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങളിത് സെർച്ച് ചെയ്തെടുത്ത് നിങ്ങളിത് കേൾക്കുക. കേട്ട് ഈ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഈ വചനം കേൾക്കുന്ന ആരും നമ്മൾ തമ്മിൽ ഇനി കണ്ടുവെന്ന് വരികയില്ല. ഒരുപക്ഷെ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ പലരെയൊക്കെ വിളിക്കും, വരുന്നവർക്ക് വരാം. സൗകര്യമുള്ളവരും താല്പര്യമുള്ളവരും ദാഹമുള്ളവരൊക്കെ വരിക. നമ്മൾ ഒരുമിച്ച് കേട്ട് വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.